നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹി ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വിലാസ്. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്നു മുതൽ പുനരാരംഭിക്കും. നീക്കം ഗതാഗത മന്ത്രിയുമായുള്ള ചർച്ച ഫലം കണ്ടതോടെ. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പൂർണ്ണമായി ഇന്നു മുതൽ പുനരാരംഭിക്കും. ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളുമായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഇന്നലെ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് തീരുമാനം. ഡ്രൈവിംഗ് പരിഷ്കരണ സർക്കുലറിൽ തൊഴിലാളികളുടെ ആവശ്യപ്രകാരമുള്ള പ്രായോഗിക മാറ്റങ്ങൾ വരുത്തുമെന്ന് ഉറപ്പു നൽകിയതിന് പിന്നാലെയാണ് ടെസ്റ്റിൽ സഹകരിക്കാൻ സംയുക്ത സമരസമിതി തീരുമാനിച്ചത്. ഈ മാസം 2-ന് തുടങ്ങിയ ബഹിഷ്കരണ സമരമാണ് ഗതാഗത മന്ത്രിയുമായുള്ള തൊഴിലാളി സംഘടനകൾ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ ഒത്തുതീർപ്പായത്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും ജീവനക്കാരുടെയും ആവശ്യങ്ങൾ മന്ത്രി ഇന്നലെ വിശദമായി കേട്ടിരുന്നു. ടെസ്റ്റ് പരിഷ്കരിച്ചുകൊണ്ടുള്ള സർക്കുലർ പിൻവലിക്കില്ല. എന്നാൽ ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് നിരവധി മാറ്റങ്ങൾ വരുത്തുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. പന്തീരാങ്കാവ് ഗാർഹിക പീഡന പരാതി, പോലീസ് വീഴ്ചയിൽ നടപടി. പന്തീരാങ്കാവിൽ നവവധുവിന് ഭർത്താവിന്റെ മർദ്ദനമേറ്റ സംഭവത്തിലെ പോലീസ് വീഴ്ചയിൽ നടപടി. പന്തീരാങ്കാവ് SHOയെ സസ്പെൻഡ് ചെയ്തു. പന്തീരാങ്കാവ് SHO AS സരിനെയാണ് സസ്പെൻഡ് ചെയ്തത്. നോർത്ത് സോൺ IG K സേതുരാമനാണ് സസ്പെൻഷന് ഉത്തരവിട്ടത്. പോലീസ് പ്രതിക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് പരാതിക്കാരിയുടെ കുടുംബം ആരോപിച്ചിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടി യുവതിയും കുടുംബവും പരാതി സമർപ്പിച്ചതിന് പിന്നാലെ ADGP MR അജിത് കുമാർ സംഭവത്തിൽ ഇടപെടൽ നടത്തുകയും പരാതി അന്വേഷിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് SHOക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. യുവതിയെ ഉപദ്രവിച്ച പ്രതി രാഹുൽ രാജ്യം വിട്ടതിന് പിന്നാലെയാണ് പോലീസിന്റെ മുഖരക്ഷിക്കൽ നടപടി. പെൺകുട്ടിയുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി സമർപ്പിച്ചിരുന്നു. കിടപ്പ് രോഗിയായ അച്ഛനെ ഉപേക്ഷിച്ച് മുങ്ങിയ മകനെ അറസ്റ്റ് ചെയ്ത് പോലീസ്. കിടപ്പ് രോഗിയായ അച്ഛനെ ഉപേക്ഷിച്ച സംഭവത്തിൽ മകൻ അജിത്തിനെ തൃപ്പൂണിത്തുറ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃപ്പൂണിത്തുറ ഏരൂരിൽ നടന്ന സംഭവത്തിലാണ് അറസ്റ്റ്. അജിത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ ഹാജരായ അജിത്തിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ IPCC 308 പ്രകാരമാണ് അജിത്തിനെതിരെ കേസ്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമപ്രകാരമായിരുന്നു ആദ്യ കേസ്. എന്നാൽ പിതാവിനെ ഉപേക്ഷിച്ചു പോയതോടെ മരണം വരെ സംഭവിച്ചേക്കാമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വകുപ്പ് 308 ചുമത്തിയത്. പന്തീരാങ്കാവ് ഗാർഹിക പീഡനം, പ്രതി രാഹുൽ P ഗോപാലിനായുള്ള അന്വേഷണം വിദേശത്തും. കോഴിക്കോട് പന്തീരാങ്കാവിൽ നവവധു മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതി രാഹുൽ P ഗോപാലിനായുള്ള അന്വേഷണം വിദേശത്തും നീങ്ങുന്നു. രാഹുൽ നിലവിൽ സിംഗപ്പൂരിലേക്ക് കടന്നെന്നാണ് വിവരം. ഇയാളെ കണ്ടെത്താനായി കേരള പോലീസ് ഇന്റർപോളിന്റെ സഹായം തേടും. ഇരയുടെയും കുടുംബത്തിന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കും. കേസിൽ ലഭ്യമായ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. ACP സാജു K അബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് നടപടികളിലേക്ക് കടന്നത്. രാഹുലും ബന്ധുക്കളും തന്നെ മാനസികമായി പീഡിപ്പിച്ചുവെന്ന് യുവതിയുടെ മൊഴിയിലുണ്ട്. രാഹുൽ രാജ്യം വിട്ട സാഹചര്യത്തിൽ കടുത്ത നടപടി വേണമെന്നാണ് പോലീസ് തലപ്പത്ത് നിന്നുള്ള നിർദ്ദേശം. കുടുംബ വഴക്ക്, മകൻ അമ്മയെ ഇരുമ്പ് വടികൊണ്ട് അടിച്ചുകൊന്നു. സ്വന്തം അമ്മയെ ഇരുമ്പ് വടികൊണ്ട് അടിച്ചുകൊന്ന് മകൻ. ആന്ധ്രാപ്രദേശിൽ അനന്തപുരിൽ ബുധനാഴ്ചയാണ് സംഭവം. കുടുംബ വഴക്കിനെ തുടർന്ന് 45-കാരിയായ സ്ത്രീയെ മകൻ കൊലപ്പെടുത്തുകയായിരുന്നു. അനന്ത്പൂർ നഗരത്തിലെ കമ്പത്തൂർ മേഖലയിലാണ് സംഭവം.
വെങ്കിടേഷ് എന്ന പ്രതി തന്റെ അമ്മ വഡ്ഡി സുങ്കമ്മയെ ഇരുമ്പ് വടികൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിന് ശേഷം വെങ്കിടേഷ് സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു. അറസ്റ്റിനായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. സുങ്കമ്മ ഭർത്താവുമായി വഴക്കിടുകയും ഇത് മകനെ ചൊടിപ്പിക്കുകയുമായിരുന്നു. വാക്ക് തർക്കത്തിനിടെ വെങ്കിടേഷ് ഇരുമ്പ് വടികൊണ്ട് ആക്രമിക്കുകയും തുടർന്ന് മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. പ്രതിക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഏകപക്ഷീയ നീക്കം നടത്തിയെന്ന് ആക്ഷേപം. പൗരത്വ ഭേദഗതി ഇന്ന് സുപ്രീം കോടതിയിൽ. പൗരത്വ ഭേദഗതിക്കായുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തത് ഇന്ന് സുപ്രീം കോടതിയിലെത്തും. മുസ്ലിം ലീഗ്, ഡിവൈഎഫ്ഐ അടക്കമുള്ള കക്ഷികളുടെ അഭിഭാഷകരാണ് വിഷയം ഉന്നയിക്കുക. സുപ്രീം കോടതി പരിഗണനയിലുള്ള വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഏകപക്ഷീയ നടപടി സ്വീകരിച്ചു എന്നാണ് ആക്ഷേപം. സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെയാണ് ഏറെ പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും കാരണമായ പൗരത്വ നിയമ ഭേദഗതിക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം കഴിഞ്ഞ ദിവസം നടന്നത്. രാജ്യത്ത് 14 പേർക്ക് CAA സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.